ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. ഷോർട്ട് കട്ട് സീരീസിലെ 4ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. റേ ഒപ്റ്റിക്സിലെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപായി ഞാൻ ഒരു ബ്രീഫ് ഓവർവ്യൂ ഓഫ് തിയറി ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുന്നു. ഓക്കെ, എന്താണ് ഡെൻസർ മീഡിയം, എന്താണ് റെയറർ മീഡിയം? വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തെ ഡെൻസർ മീഡിയം എന്നും വെലോസിറ്റി ഓഫ് ലൈറ്റ് കൂടുതലുള്ള മീഡിയത്തെ റെയറർ മീഡിയം എന്നും വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ബൾബ് വെച്ചിരിക്കുന്ന ഒരു ഡെൻസർ മീഡിയത്തിലാണ്. അതിൽ നിന്നും റേസ് ഓഫ് ലൈറ്റ് വന്ന് ഈ ബൗണ്ടറിയിൽ ഹിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റേ ഇവിടെ റിഫ്രാക്ഷൻ നടന്നു. രണ്ടാമത്തെ റേ ഒരല്പം കൂടി വലിയ ആംഗിളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുന്നു. മൂന്നാമത്തെ കേസിൽ ഈ റേ ഓഫ് ലൈറ്റ് സർഫസിലൂടെ ചേർന്ന് പോകുന്നു. ഇനിയും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ നടക്കുന്നതിന് പകരം തിരിച്ച് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ബൾബ് ഡെൻസർ മീഡിയത്തിൽ കീപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് 4 റേസ് ഓഫ് ലൈറ്റ് ഞാൻ എടുക്കുന്നു. ഒന്നാമത്തെ റേ ഓഫ് ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തു. അത് നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഡെൻസർ ടു റെയറർ, ദ റേ ബെൻസ് എവേ, റൈറ്റ്? ഇനി ഒരല്പം കൂടി വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് അല്പം കൂടി വലിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ റേ ഓഫ് ലൈറ്റ് സർഫസിലൂടെ ഗ്രേസ് ചെയ്ത് പോകുന്നു. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ 90 ഡിഗ്രീസ്. ഇപ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂട്ടിയാൽ, പുറത്തേക്ക് പോകുന്നതിന് പകരം റേ ഓഫ് ലൈറ്റ് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് വരും. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിളിക്കുക. ഓക്കെ, സോ കണ്ടീഷൻ ഇതാണ്. റേ ഓഫ് ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? ഒന്നാമത്തെ കണ്ടീഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ 2 കണ്ടീഷൻസ് ഉള്ളത്. ഒന്നാമത്തത്, റേ ഷുഡ് ഗോ ഫ്രം ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് വേണം റേ പോവാൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ കാണുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. എന്നാലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവുക. ഇതാണ് ബേസിക് ഐഡിയ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. രണ്ടാമത്തെ ഒരു പോയിന്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. സൈൻ സി ഇസ് ഈക്വൽ ടു 1/n. സൈൻ സി, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, വേവ് ലെങ്ത്തിന്റെ വേരിയേഷൻ. വേവ് ലെങ്ത്തിന്റെ വേരിയേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടി 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 വരും. അതായത് ഏറ്റവും കുറവ് വേവ് ലെങ്ത് വയലറ്റിനും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റെഡിനും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ a+b/λ² എന്ന് എഴുതും. ഇതിനെ വിളിക്കുന്ന പേര് കോഷീസ് റിലേഷൻ എന്നാണ്. ഓക്കെ, ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിയാണ്, അല്ലെ? എയും ബിയും നമ്മൾ കോഷീസ് കോൺസ്റ്റൻസ് എന്നാണ് വിളിക്കുക. കോഷീസ് റിലേഷൻ. ഇവിടെ എന്നും ലാംഡയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്നിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ലാംഡയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ വയലറ്റിന്, ദെൻ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതായത് കോമ്പോസിറ്റ് കളേഴ്സിൽ വയലറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക, റെഡിനായിരിക്കും ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ്, ഡീവിയേഷൻ. ഡീവിയേഷന്റെ വേരിയേഷൻ. ഡീവിയേഷൻ ഫോർ എ കളർ നമ്മളത് റേ ഒപ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട്. n-1 × a എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, a ഈസ് ആംഗിൾ ഓഫ് ദ പ്രിസം. എന്തായാലും ഡെൽറ്റയും എന്നും തമ്മിൽ ഇവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി, അല്ലെ? ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയുടെ വേരിയേഷൻ എന്നിന്റെ വേരിയേഷൻ പോലെ തന്നെ ആവണം. അപ്പോൾ ഡെൽറ്റയുടെ വേരിയേഷൻ എങ്ങനെ എഴുതും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. കണ്ടോ? ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനും ഏറ്റവും കുറവ് ഡീവിയേഷൻ
റെഡിനും. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറിലി നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് പറഞ്ഞു. റേ പോവേണ്ടത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക്. രണ്ടാമത്തെ കണ്ടീഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. പിന്നെ പറഞ്ഞ കണ്ടീഷൻസ് ഇതാണ്: ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള റിലേഷൻ sin c is equal to 1/n. പിന്നെ വേവ് ലെങ്ത്തിന്റെ വേരിയേഷൻ വയലറ്റ് റെഡ് ഇൻക്രീസ് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വയലറ്റ് റെഡ് ഡിക്രീസ് ചെയ്യും, ഡീവിയേഷൻ വയലറ്റ് റെഡ് ഡിക്രീസ് ചെയ്യും. വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ, റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1: വൈറ്റ് ലൈറ്റ് is incident on the interface of glass and air as shown in the figure. If green light is just totally internally reflected, then the emerging ray in air contains. അപ്പോൾ ഇവിടെ റേ ഓഫ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ? ഈ സർഫസിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്തത് വൈറ്റ് ലൈറ്റ്, അതായത് ഇതുപോലെ വൈറ്റ് ലൈറ്റ് ആയി വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ശരിയാണോ? ഈ വൈറ്റ് ലൈറ്റ് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ വൈറ്റ് ലൈറ്റ്, ഇവിടെ വന്ന വൈറ്റ് ലൈറ്റ് നേരെ പോകേണ്ട ലൈറ്റ് ആയി ഇതുപോലെ കണ്ടോ. അങ്ങനെ പോകുന്നതിന് പകരം ആ വൈറ്റ് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യും. ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡീവിയേറ്റ് ചെയ്യും. ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക? നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക. അതാ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനാണ്. ഇങ്ങനെ പോവേണ്ട റേ മാക്സിമം ഡീവിയേറ്റഡ് ആവുന്നത് വയലറ്റാണ്. അപ്പൊ അതായത് വയലറ്റ് ആയിരിക്കും ഏറ്റവും താഴെ വരിക. അപ്പൊ ഞാൻ വയലറ്റ് കളർ ആദ്യം വരയ്ക്കാം. വയലറ്റ് ആദ്യം താഴെ വരയ്ക്കാം. വയലറ്റ്, ഇതാണ് വയലറ്റ്. വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡായ കളർ. ഇതുപോലെ കണ്ടോ, വയലറ്റ് കളർ ഇസ് ബെൻഡ് ദ മോസ്റ്റ്. പിന്നെ അടുത്ത കളർ ഇൻഡിഗോയാ. വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡീവിയേഷൻ വരുന്നത് ഇൻഡിഗോയാ. അപ്പൊ ഇൻഡിഗോ വരയ്ക്കാം. അടുത്തത് ഇൻഡിഗോ വരയ്ക്കാം. ഇൻഡിഗോ കളറാണ് പിന്നെ ഡീവിയേറ്റഡ് ആവുക. ഇൻഡിഗോ നോക്കൂ, ഇതാണ് ഡീവിയേഷന്റെ കേസ്. വയലറ്റ് ഏറ്റവും ഡീവിയേഷൻ വന്നു, പിന്നെ ഇൻഡിഗോ വന്നു, ഇനി അടുത്തത് ബ്ലൂ. ബ്ലൂ കളർ നോക്കാം നമുക്ക്. ബ്ലൂ കളർ ആണ് അടുത്ത് വരുന്നത്. അതായത് പോലെ കണ്ടോ, ബ്ലൂവിനാണ് അടുത്ത ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ വയലറ്റ് കഴിഞ്ഞു, ഇൻഡിഗോ കഴിഞ്ഞു, ബ്ലൂ കഴിഞ്ഞു, ഗ്രീൻ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഗ്രീൻ വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇനിയുള്ളത് ആരൊക്കെയാ? വയലറ്റ്, ഞാൻ ഇവിടെ ഒന്ന് എഴുതാം കേട്ടോ. വയലറ്റ് കഴിഞ്ഞു, ഇൻഡിഗോ, ബ്ലൂ, 3 പേരുമായി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, 3 കളേഴ്സ് ഞാൻ വരച്ചു. ഇനി വേണ്ടത് ഗ്രീൻ. ഗ്രീൻ ഓൾറെഡി ഡ്രോൺ ദെയർ. പിന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ്, 3 കളർ കൂടി വേണം അല്ലെ. യെല്ലോ വരയ്ക്കാം നമുക്ക്. ഞാനിവിടെ യെല്ലോ വരയ്ക്കുന്നുണ്ട് ഇതുപോലെ കണ്ടോ, യെല്ലോ കളർ. ഇനി അടുത്ത വരയ്ക്കേണ്ടത് ഓറഞ്ച് ആണ്. ഓറഞ്ച് കളർ ദാ ഇവിടെ വരച്ചിരിക്കുന്നു ഇതുപോലെ. സെക്കൻഡ്, യെല്ലോ, ഓറഞ്ച് വരച്ചു ഇതുപോലെ. ഓക്കെ, റെഡ് കളറും കൂടി ഞാൻ വരയ്ക്കാം. റെഡ് കളറും വരച്ചു കണ്ടോ. അപ്പോൾ എല്ലാ കളറുകളും ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഇതിനൊക്കെ ആരോയും കൂടി വരയ്ക്കാം കേട്ടോ. യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് യെല്ലോ, ഇത് ഓറഞ്ച്, ഇത് റെഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്പെക്ട്രം കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഇവിടേക്ക് ചെന്നത് വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? സർഫസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയി. കാരണം എല്ലാ കളറുകൾക്കും വേറെ വേറെ ഡീവിയേഷൻസ് ആണ്. എല്ലാ കളറുകൾക്കും വേറെ വേറെ ഡീവിയേഷൻ വരാനുള്ള കാരണം എല്ലാ കളറുകൾക്കും വേറെ വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ. ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ആണ്, അപ്പൊ ഡിഫറെന്റ് ഡീവിയേഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഓരോ കളറും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കേട്ടോ. Then the emerging ray in air contains. Emerging ray, എന്തിനാണ് എമർജിംഗ് റേ എന്ന് പറയുക? ഈ കാണുന്ന 3 പേരും, ഇവരെ 3 പേരും ചേർത്തിട്ടാണ് എമർജിംഗ് റേ എന്ന് പറയുക. എമർജിംഗ് റേ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് വരുന്ന റേ. അപ്പൊ ഇവിടെ പുറത്തോട്ട് വരുന്ന റേ ഏതൊക്കെയാ? യെല്ലോ വരുന്നുണ്ട്, ഓറഞ്ച്, റെഡ്. അപ്പൊ അവരെ 3 പേരെയും ചേർത്തിട്ടാണ് നമ്മൾ എമർജിംഗ് റേ എന്ന് പറയുക. ഓക്കെ, ഈ കാണുന്ന ഗ്രീനും ശരിക്കും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തന്നെയാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അവർ 4 പേരും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. യെല്ലോ, ഓറഞ്ച്, റെഡ് മാത്രം റിഫ്രാക്ഷൻ നടന്നു, അവർ പുറത്തേക്ക് വരും. അപ്പൊ യെല്ലോ, ഓറഞ്ച്, റെഡ് ആണ് എമർജിംഗ് കളർ കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇത് ഏത് കളർ ഇവിടെ ഗ്രീനിന് പകരം തന്നാലും നമുക്കത് ചെയ്യാം. ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: A ray of light is incident normally on an isosceles right-angled prism travels as shown in the figure. The least value of refractive index for the prism must be. Least value of refractive index ആ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ നോർമൽ വരയ്ക്കാവേ. ഞാൻ ഇവിടെ നോർമൽ വരയ്ക്കുന്നുണ്ട് ഇതുപോലെ കണ്ടോ. നോർമൽ വരച്ചു.
ഓക്കെ, നമുക്കിവിടെ ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഈ വരുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലെ, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, കാരണം അത് നോർമൽ ഇൻസിഡൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഐസോസെലസ് എന്നൊരു വാക്ക് ഇവിടെ കാണുന്നുണ്ട്. ഐസോസെലസ് പ്രിസം. യെസ്, ഐസോസെലസ് കണ്ടോ. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ മറ്റേ ആംഗിൾസ് രണ്ടും 45 ഈച്ച് ആയിരിക്കും. ഇത് 45 ആണ്, ഇവിടെ ഇതും 45 ആണ് കേട്ടോ. 45 ആണ്. അപ്പൊ ഇത് 90 വന്നു, ഇത് 90. ഓക്കെ, ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് ആംഗിളും 45 ആയിരിക്കും. കാരണം ഈ ട്രയാംഗിളിനകത്ത് സം ഓഫ് ആംഗിൾസ് 180 വരണം അല്ലെ. 180 വരണമെങ്കിൽ ഇത് 90 വന്നു, ഇത് 45, ഇത് 45. ഇനി നോക്കൂ, ഈ കാണുന്നത് നോർമൽ ആണ് അല്ലെ. അപ്പൊ അതിൽ ഇത് 45 ആയ സ്ഥിതിക്ക് ഇതും 45 ആവണം, എന്നാലേ രണ്ടും കൂടി ചേരുമ്പോൾ 90 വരുള്ളൂ. ശരിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ശരിയല്ലേ? നോർമലായി വരച്ചിരിക്കുന്നത്, ഇൻസിഡന്റ് റേ വരച്ചിരിക്കുന്നത്, അവരുടെ ഇടയിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ നമുക്ക് 45 എന്ന് കിട്ടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 എന്ന് കിട്ടി കേട്ടോ, അത് ഓർത്തിരിക്കണേ. ഇവിടെ റേ ഓഫ് ലൈറ്റ് എന്താ ചെയ്യുന്നേ? റേ ഓഫ് ലൈറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു, ഇതാ ഇങ്ങനെ കണ്ടോ. അപ്പൊ TIR നടന്നു ഉറപ്പാ, ശരിയല്ലേ? അപ്പൊ TIRന്റെ കണ്ടീഷൻ ഞാൻ കൊടുക്കാൻ പോവാ കേട്ടോ. TIR happens if. എപ്പോഴാ TIR നടക്കുന്നേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് സൈൻ കൊടുക്കാം. സൈൻ ഓഫ് I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C. ഇത് സ്മോൾ ആംഗിൾസിനെ വാലിഡ് ആവുള്ളൂ കേട്ടോ, എന്നാലും നമുക്കത് എഴുതാം, കുഴപ്പമൊന്നുമില്ല. സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C. സൈൻ I വാല്യൂ നമുക്കറിയാം 45 എന്ന് ഞാനിപ്പോൾ പറഞ്ഞിരുന്നു, അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. I is equal to 45. Sin 45 is greater than sin C. Sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2 should be greater than sin C എന്ന് പറയുന്നത് 1/n. നമ്മൾ ആദ്യം എഴുതിയിരുന്നു sin C is equal to 1/n. റെസിപ്രോക്കൽ എടുക്കാം, √2 less than n. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എപ്പോഴും ഇനീക്വാലിറ്റി സിമ്പിൾ റിവേഴ്സ് ചെയ്യണം. നോക്കൂ, 5ഉം 2 എടുത്താൽ ആരാ ബിഗർ? 5 is greater than 2. രണ്ട് സൈഡിൽ റെസിപ്രോക്കൽ എടുത്ത് നോക്കൂ, 1/5, 1/2. ഇതിൽ ആരാ ബിഗർ? 1/2 ആണ് ബിഗർ അല്ലേ. അപ്പോ നമ്മളൊരു രണ്ട് നമ്പറുകളുടെ റെസിപ്രോക്കൽസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇനീക്വാലിറ്റി സിമ്പിൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ 1/√2 ഗ്രേറ്റർ ദാൻ 1/n ആണെങ്കിൽ ഇത് √2 ആക്കുന്നു, ഇത് n ആക്കുന്നു. അപ്പൊ ഇനീക്വാലിറ്റി സിമ്പിൾ തിരിക്കണം. അപ്പൊ എത്രയാ കിട്ടുക നമുക്ക്? ഫൈനലി നമുക്ക് ആൻസർ കിട്ടി, n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √2. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √2. അതായത് മിനിമം √2 എങ്കിലും വരണം. ഓക്കെ, മിനിമം √2. അവർ പറയുന്നത് അത് തന്നെയാണ്. ദ ലീസ്റ്റ് വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ചോദിക്കുന്നത് അല്ലേ, അത് √2 ആയിരിക്കണം. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √2. ഇത് √2 ആണ് കേട്ടോ. ആൻസർ ഇസ് ഓപ്ഷൻ 1. n ഷുഡ് ബി √2. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √2. ഇവിടെ കറക്ഷൻ ഉണ്ട്, അത് ഗ്രേറ്റർ ദാൻ √2 ആയിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് പെർപെൻഡിക്കുലർ ടു one face of a 90-degree prism and is totally internally reflected at the glass air interface. If the angle of reflection is 45 degree, we conclude that for refractive index n as. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കണ്ടീഷൻ ആണ് കേട്ടോ. ഇവിടെയും നമുക്കൊരു കാര്യം മനസ്സിലാവും. റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നു, ആ റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നതിന് പകരം അതാണ് റിഫ്രാക്ഷൻ. റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് റിഫ്രാക്ഷൻ. അത് നടന്നിട്ടില്ല ഇവിടെ. പകരം എന്താ നടന്നേ? ഇങ്ങനെ വന്ന റേ ഓഫ് ലൈറ്റ് നേരെ മുകളിലേക്കാണ് പോയത് അല്ലേ. ദാറ്റ് മീൻസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഹാസ് ഹാപ്പൻഡ്. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു, ശരിയാണോ? അപ്പൊ നമുക്ക് പറയാം TIR happens. ഇപ്പൊ കണ്ടീഷൻ എന്താ? TIR നടക്കാനുള്ള കണ്ടീഷൻ എന്താ? ഇപ്പൊ ചെയ്ത പോലെ തന്നെയുള്ള പ്രോബ്ലം ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ നമുക്ക് സൈൻ എടുക്കാം രണ്ട് സൈഡിലും. സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C. മറ്റേ പ്രോബ്ലം തന്നെ വേറെ രീതി ചോദിച്ചിരിക്കുന്ന കേട്ടോ. സൈൻ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C. സൈൻ
ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45. അപ്പൊ സൈൻ 45 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ സി. സൈൻ 45 1/√2 കേട്ടോ. സൈൻ സി 1/n. നേരത്തെ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ എടുത്താൽ √2 ഷുഡ് ബി ലെസ് ദാൻ n. n ഷുഡ് ബി ലെസ് ദാൻ √2. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ TIRന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് TIR പ്രിസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന TIR പ്രിസ് ആണ് കണ്ടോ. ഒരേ പ്രിസ് ആണ്, റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് പ്രിസം. രണ്ട് രീതിയിൽ വെക്കുന്നേ ഉള്ളൂ. ഇത് ഈ ഓറിയന്റേഷനിൽ വെച്ചിരിക്കുന്നു. അപ്പൊ റേ ഇവിടെ നമ്മൾ 180 ഡിഗ്രി ടേൺ ചെയ്യുന്നു. 180 ഡിഗ്രി കണ്ടോ. ഓക്കെ, ഇതേ പ്രിസം വേറൊരു ഓറിയന്റേഷനിൽ വെച്ചിരിക്കുന്നു. ഇതാ കണ്ടോ. ഇവിടെ റേ 90 ഡിഗ്രി ടേൺ ചെയ്തു കണ്ടോ. ഈ റൈറ്റ് ആംഗിൾ ഐസോസെലസ് പ്രിസം അല്ലെങ്കിൽ TIR പ്രിസം നമ്മൾ ഉപയോഗിക്കുന്നത് റേസിനെ 90 അല്ലെങ്കിൽ 180 ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, എ ഗ്ലാസ് പ്രിസം ഇസ് dipped in water as shown in the figure. A light ray is incident normally on surface AB. It reaches the surface BC after total internally reflected. It reaches the surface BC. അതായത് BC സർഫസിൽ എത്തണം ആ റേ. അതായത് റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് പോകരുത്, റിഫ്രാക്ഷൻ നടക്കാൻ പാടില്ല. ഇതാണ് റിഫ്രാക്ഷൻ അല്ലെ. റിഫ്രാക്ഷൻ നടക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ഇവിടേക്ക് വരണം റേ ഓഫ് ലൈറ്റ് കണ്ടോ. അതാണ് അവർ പറയുന്നത്, ഇവിടേക്ക് വരണം. റേ ഓഫ് ലൈറ്റ് ഇവിടേക്ക് വരണം ഇതുപോലെ കണ്ടോ. കണ്ടോ, ഇതാണ് BC എന്ന് പറയുന്ന സർഫസ് അല്ലെ. ഈ BC എന്ന് പറയുന്ന സർഫസിലേക്ക് എത്ര എന്നാ പറയുന്നത്? സർഫസ് ഇറ്റ് റീച്ചസ് സർഫസ് BC കണ്ടോ. അപ്പൊ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. ഞാൻ അവിടെ ഒരു നോർമൽ വരയ്ക്കാവേ. ഒരു നോർമൽ ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. ഈ റെഡിൽ വരച്ചിരിക്കുന്നതാണ് നോർമൽ കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആംഗിൾസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാ അല്ലെ. ഈ ആംഗിൾ തീറ്റയാ. പിന്നെ ഇതപ്പോ എത്രയായിരിക്കും? 90 ഡിഗ്രിയാന്ന് നമുക്കറിയാം അല്ലെ. നോർമൽ ഇൻസിഡൻസ് ആണല്ലോ. ഇത് തീറ്റ, ഇത് 90. അപ്പൊ ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയെന്ന് അറിയോ? 90 മൈനസ് തീറ്റ ആയിരിക്കും. എന്നാലേ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 വരുള്ളൂ. ഈ ട്രയാങ്കിളിനകത്ത് നോക്കൂ, ഇത് 90, 90യും തീറ്റയും കൂടെ 90 പ്ലസ് തീറ്റ. പിന്നെ ഈ മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് തീറ്റ വരണം. എന്നാലേ മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും കട്ട് ചെയ്തിട്ട് 90 പ്ലസ് 90 180 വരും. അപ്പൊ എനിക്ക് ഈ ആംഗിൾ 90 മൈനസ് തീറ്റ കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. എന്താണെന്നറിയോ? ഈ വരച്ചിരിക്കുന്നത് നോർമൽ അല്ലേ. നോർമൽ ആണ്. അപ്പൊ അതിൽ ഒരാൾ 90 മൈനസ് തീറ്റ വന്നാൽ അടുത്തയാൾ തീറ്റ വരണം. ഇതുപോലെ കണ്ടോ. എന്നാലേ രണ്ടും കൂടി ചേരുമ്പോൾ 90 വരുള്ളൂ. ശരിയല്ലേ? 90 മൈനസ് തീറ്റയും തീറ്റയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഈ മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും കട്ട് ചെയ്യുമ്പോൾ 90 വരും കണ്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടോ. ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പൊ എത്രയെന്ന് കിട്ടി? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പോ തീറ്റ എന്ന് കിട്ടി കേട്ടോ. തീറ്റ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ TIR നടന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ബിക്കോസ് ഇവിടെ TIR നടന്നു എന്ന് ഉറപ്പാ. അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് വരേണ്ട റേ ഇങ്ങോട്ട് പോന്നു. BC എന്ന് പറയുന്ന സർഫസിൽ വന്നു. ടോട്ടലി റിഫ്ലക്റ്റഡ് ആയിട്ട് പോന്നു കണ്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയി നടന്നിരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തീറ്റ എന്ന് കൊടുക്കുക. തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. പിന്നെ ആസ് ഓൾവേസ് സൈൻ കൊടുക്കുക. സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ ഓഫ് സി. സൈൻ ഓഫ് തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ സി എന്ന് പറഞ്ഞാൽ 1/n. വെയിറ്റ് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ റേ ഓഫ് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് വാട്ടർ ഗ്ലാസ് ബൗണ്ടറിയിലാണ് അല്ലെ. ഈ നിൽക്കുന്ന പ്രിസം ഗ്ലാസ് ആണ്, ഇത് വാട്ടർ ആണ് കണ്ടോ. ഗ്ലാസും വാട്ടറും ചേരുന്ന സ്ഥലം ഇത് ബൗണ്ടറി അല്ലെ. ഗ്ലാസ് വാട്ടർ ബൗണ്ടറിയിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ എഴുതുക? ഞാൻ എന്താ ഇവിടെ എഴുതാം കേട്ടോ. ഗ്ലാസ് വാട്ടർ ബൗണ്ടറിയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതുന്നത് എങ്ങനെയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഓക്കെ, ഇതിന് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. എയർ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ
റിഫ്രാക്റ്റീവ്നെസ് ഓഫ് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ അത് അങ്ങനെ തന്നെ എഴുതാൻ പോവാണേ, NGW കണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു NGW ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ കേട്ടോ, NG/NW. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം 3/2, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ്നെസ് അറിയാം 4/3. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4/3 കണ്ടോ, ഗ്ലാസിന്റെ 3/2 1.5 അല്ലേ. അപ്പോൾ ഇത് മുകളിലേക്ക് എടുത്താൽ രണ്ടും കൂടെ ഈ 3 മുകളിൽ പോകുമ്പോൾ 9/8 എന്ന് വരും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ് sin θ should be greater than 1/9/8. ഒന്നുകൂടെ റെസിപ്രോക്കൽ എടുക്കാം, sin θ should be greater than 8/9. ഓപ്ഷൻ ഉണ്ടോ നോക്കാലോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ, പക്ഷെ TIRന്റെ ബേസിക് കണ്ടീഷൻ എന്താ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഗ്രേസ് ചെയ്യുന്ന കേസ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ I = C വന്നാൽ I = C ഇതാ ക്രിട്ടിക്കൽ ആംഗിളിനോട് ഈക്വൽ ആയാലും അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ടാണ് കൂട്ടുക കേട്ടോ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാ ശരിക്കുള്ള കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാനിവിടെ തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കറക്റ്റ്, പക്ഷെ ഈവൻ ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിളും TIR എന്ന് തന്നെ നമ്മൾ വിളിക്കുക കേട്ടോ. എല്ലായിടത്തും ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം, കാരണം ഓപ്ഷനിൽ അത് ഉണ്ടല്ലോ കണ്ടോ. അപ്പൊ എന്താ ആൻസർ വരിക, sin θ should be greater than or equal to 8/9. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ഈസ് ഇൻസിഡന്റ് ഓൺ റൈറ്റ് ആംഗിൾഡ് പ്രിസം. The refractive index of material of the prism for the above red, green and blue wavelengths are 1.39, 1.44 and 1.47 respectively. The prism will separate the blue color part from the red color and green color, separate all the 3 colors, not separate the colors at all, separate. It's വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 3 പേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് എഴുതാം. എങ്ങനെയാ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓർത്തിരിക്കണേ, റെഡ്, ഗ്രീൻ, ബ്ലൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്രീൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബ്ലൂ. ഇത് 1.39, ഇത് 1.44, ഇത് 1.47. ഓക്കെ, ഇവിടെ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം ഓരോ കളർ വരച്ച് നോക്കാം. ഇവിടെ ബ്ലൂ, ആദ്യം ബ്ലൂ കളർ വന്നു. ബ്ലൂ കളർ ഇങ്ങനെ നോർമൽ ആയിട്ട് വന്നു കേട്ടോ. നോർമൽ ഇൻസിഡൻസ് ആണ്, അപ്പൊ അത് നോർമൽ ആയിട്ട് തന്നെ വരും. ഇതുപോലെ നോർമൽ ആയിട്ട് വന്നു ബ്ലൂ കളർ കണ്ടോ. റേ ഓഫ് ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തു. നമുക്കവിടെ ഒരു നോർമൽ വരയ്ക്കാവേ. ഇതുപോലെ നോർമൽ ഞാൻ വരച്ചു കണ്ടോ, നോർമൽ വരച്ചു. ഈ ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യാലോ. ആംഗിൾസ് എന്ന് പറഞ്ഞേ, ഇത് 45 ആണ്, ബിക്കോസ് ഇത് 90 ആണ്, ഇത് 45 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളില് മൂന്നാമത്തെ ആംഗിൾ 45 വരണം. 90 + 45 + 45 ആണല്ലോ 180. ഇത് 45 കേട്ടോ, 45. അത് 45 വന്നാലേ ഇത് 90 ആണല്ലോ, അപ്പൊ ഇത് എത്രയായിരിക്കും, 45 വരും. കാരണം ഇതിനകത്തും 180 വരണ്ടേ ട്രയാങ്കിളിനകത്ത്. ഇത് 90 + 45 135. അപ്പൊ മൂന്നാമത്തെ ഈ ആംഗിളും 45 കേട്ടോ. ഇനി അത് 45 വന്നാൽ നെക്സ്റ്റ് ആംഗിൾ 45 ആണ്. കാര്യം പറയാമോ, ഈ വരച്ചിരിക്കുന്ന നോർമൽ അല്ലേ, അപ്പൊ ഇത് 90-ലായിരിക്കുന്നത് കണ്ടോ. അതിൽ ഒരു ആംഗിൾ 45 ആണെങ്കിൽ അടുത്ത ആംഗിളും 45 അല്ലേ, എന്നാലല്ലേ 90 വരുള്ളൂ ആഡ് ചെയ്യുമ്പോൾ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ, 45 ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടീഷൻ നോക്കാം കേട്ടോ. TIR happens. TIR നടക്കുന്ന എപ്പോഴാ, അത് ഞാൻ നോക്കാൻ പോവാ കേട്ടോ. TIR, total internal reflection happens if angle of incidence is greater than critical angle. ഇതല്ലേ കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡിലും സൈൻ എടുത്തു. സൈൻ I should be greater than സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി 45 ആണ് കണ്ടോ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടോ. ഇൻസിഡന്റ് റേ നോർമൽ കണ്ടോ. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 കേട്ടോ. ഇവിടെ ഞാൻ എഴുതുക, സൈൻ ഓഫ് 45 should be greater than
സൈൻ സി എന്ന് പറയുന്നത് 1/n. സൈൻ 45 1/√2 ആണ്, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1/n. നേരത്തെ പോലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ √2 ലെസ് ദാൻ n. ഇപ്പൊ എന്താ മനസ്സിലായത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ √2 വന്ന എല്ലാ കളറും TAR നടക്കും. ഓക്കെ, അപ്പൊ n ഗ്രേറ്റർ ദാൻ √2 വന്നാൽ എന്ത് നടക്കുന്ന പറഞ്ഞേ? n ഗ്രേറ്റർ ദാൻ √2. n ഗ്രേറ്റർ ദാൻ √2 വന്നാൽ ദാ TAR ഹാപ്പൻസ് ഇഫ്. ആ കണ്ടീഷനാണ് ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തത്. n ഗ്രേറ്റർ ദാൻ √2 വന്നാൽ TAR നടക്കും. TAR കണ്ടോ? അപ്പൊ പിന്നെ n ലെസ് ദാൻ √2 ആണെങ്കിലോ? ഇത് n ഗ്രേറ്റർ ദാൻ √2 അപ്പൊ n ലെസ് ദാൻ √2 ആണെങ്കിലോ? അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ റിഫ്രാക്ഷൻ നടക്കും. രണ്ട് കാര്യങ്ങളാണ് നടക്കുക, ഒന്നുകിൽ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ TAR. അപ്പോൾ TAR നടക്കാനുള്ള കണ്ടീഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ √2. റിഫ്രാക്ഷൻ നടക്കാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെസ് ദാൻ √2. ഇതിൽ ഏതൊക്കെ കളറാണ് ഗ്രേറ്റർ ദാൻ √2 വരുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ √2 വരുന്നത് ആരൊക്കെയാ? √2 എന്ന് പറഞ്ഞാൽ 1.414 കേട്ടോ. ഇതാ ഇവർ രണ്ടുപേരും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ √2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.414നേക്കാളും കൂടുതലാണിത്. 1.414നേക്കാളും കൂടുതലാണിത്. അപ്പൊ n ഗ്രേറ്റർ ദാൻ √2 വന്നാൽ എന്ത് സംഭവിക്കും? TAR സംഭവിക്കും. ഇതോ അത് n ലെസ് ദാൻ √2 ആണ്. കണ്ടോ 1.39 അല്ലേ ഉള്ളൂ. അതിനെന്ത് സംഭവിക്കും? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിഫ്രാക്ഷൻ. കണ്ടോ റിഫ്രാക്ഷൻ സംഭവിക്കും. നമ്മുടെ കൺക്ലൂഷനായി റെഡ് കളറിന് റിഫ്രാക്ഷനും ബ്ലൂവും ഗ്രീനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. റെഡ് കളറിന് റിഫ്രാക്ഷൻ ഓർത്തിരിക്കണേ, റെഡ് കളറിന് റിഫ്രാക്ഷനും ബ്ലൂവും ഗ്രീനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും കേട്ടോ. ബ്ലൂവും ഗ്രീനും ടോട്ടൽ. ബ്ലൂവിന് ആദ്യം തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കട്ടെ കേട്ടോ. ബ്ലൂവിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതാ നേരെ താഴേക്ക് വരും. കണ്ടോ ബ്ലൂ അതുപോലെ നേരെ താഴേക്ക് പോരും. ഓക്കെ, TAR ഹാപ്പൻസ് ഫോർ ബ്ലൂ കളർ. രണ്ടാമത്തത് ഗ്രീനും TAR തന്നെയാണ് കേട്ടോ. ഗ്രീൻ ഞാൻ ഗ്രീനും വരച്ച് കാണിക്കാം. ഇതുപോലെ ഗ്രീൻ വന്നു. ഗ്രീൻ കളറിനും TAR തന്നെയാണ് കേട്ടോ. ഗ്രീൻ കളർ ഇവിടെ നേരെ ഇവിടെ വന്നിട്ട് ഗ്രീൻ കളർ ഇതുപോലെ തന്നെ നേരെ വന്നിട്ട് നേരെ താഴേക്കാണ് വരുന്നത് കേട്ടോ. അതിനും TAR തന്നെ സംഭവിക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ലുക്ക് അറ്റ് ദിസ്. കണ്ടോ? ഇനി ഇപ്പൊ രണ്ടാമത് ബ്ലൂവിനും ഗ്രീനും നോക്കിയേ. ബ്ലൂ ഗ്രീനിന് TAR കണ്ടോ? ബ്ലൂവിനും ഗ്രീനും TAR. ബ്ലൂവിനും ഗ്രീനും TAR കണ്ടോ? റെഡിന് മാത്രം റിഫ്രാക്ഷൻ. നമുക്ക് നോക്കാലോ. റെഡിന് മാത്രം റിഫ്രാക്ഷൻ. റെഡിന്റെ റിഫ്രാക്ഷൻ വരയ്ക്കാം കേട്ടോ. റെഡ് കളർ നേരെ വന്നു, നേരെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്തു. എന്ത് ചെയ്യത്? ആ കളറിന് മാത്രം റിഫ്രാക്ഷൻ നടക്കും കേട്ടോ. ഇതുപോലെ അത് പുറത്തേക്ക് വരും. കണ്ടോ? പിന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. രണ്ട് കളർ ഇവിടെ ബ്ലൂവും ഗ്രീനും സെപ്പറേറ്റ് പോയി, റെഡ് വേറെ പോയി. നമുക്ക് നോക്കാം. ദ പ്രിസം വിൽ സെപ്പറേറ്റ് ദ ബ്ലൂ കളർ പാർട്ട് ഫ്രം ദ റെഡ് ആൻഡ് ഗ്രീൻ. അങ്ങനെയാണോ? അല്ല. ദ പ്രിസം വിൽ സെപ്പറേറ്റ് ഓൾ ദ ത്രീ കളേഴ്സ്. അതുമല്ല. നോട്ട് സെപ്പറേറ്റ് ദ കളേഴ്സ് അറ്റ് ഓൾ. അല്ല. സെപ്പറേറ്റ് ദ റെഡ് കളർ പാർട്ട് ഫ്രം ഗ്രീൻ ആൻഡ് ബ്ലൂ. റെഡ് കളർ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്തു ബ്ലൂവിൽ നിന്നും ഗ്രീനിൽ നിന്നും. കണ്ടോ? റെഡ് കളർ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്തു ബ്ലൂവിൽ നിന്നും ഗ്രീനിൽ നിന്നും. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. റെഡ് കളർ പാർട്ടിനെ ബ്ലൂവിൽ നിന്നും ഗ്രീനിൽ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ തിയറി ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞു. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റൻസ് ഇപ്പോൾ ചെയ്തു. 5 4 ക്വസ്റ്റൻസ് ചെയ്തു. എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 ആയി ഇപ്പോൾ ചെയ്ത് ഞാൻ പാർട്ട് 2 കൂടെ ഞാൻ ചെയ്യാം. അതിലും കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4 സെഷൻസ് കംപ്ലീറ്റ് ആയി. ദർ ആർ മോർ സെഷൻസ് ടു കം. എന്തായാലും കീപ് വാച്ചിങ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മീറ്റ് യു ഇൻ അനദർ എപ്പിസോഡ് ഓഫ് ദിസ് സീരീസ്. Till we meet again.